പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രം, 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 സ്തോത്രം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സഹായിക്കണം, അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങ് ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ, 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 സ്തുതിക്കുന്നപ്പാ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ഒരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന്, ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലെന്ന് കിടന്നുഴലും നേരത്തൂമം നന്നെ കരകയറ്റിയ നായക എൻ യേശുവേ, കരകയറ്റിയ നായക. കിടന്നുഴലും നേരത്തൂമം നന്നെ കരകയറ്റിയ നായക എൻ യേശുവേ, കരകയറ്റിയ നായക. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ഞാൻ ആരും അറിയാതെ കിടന്നപ്പോ, പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ഞാൻ ആരും അറിയാതെ കിടന്നപ്പോ, താങ്ങിയെടുത്തെന്നെ താലോലിച്ച് ആലംബമേകിയോനേ എൻ യേശുവേ, ആനന്ദദായകനേ. താങ്ങിയെടുത്തെന്നെ താലോലിച്ച് ആലംബമേകിയോനേ എൻ യേശുവേ, ആനന്ദദായകനേ. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലി FB പേജിലുള്ള എല്ലാ അഡ്മിന്മാരും മറ്റ്
സഹപ്രവർത്തകരായിട്ടുള്ള കർത്തദാസന്മാർ, കർത്തദാസിമാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗപരിതനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം നല്ലവൻ. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതാ. ദൈവാദിദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം മറന്നു പോകാറുണ്ട്. ദൈവത്തിന് നന്ദി പറയുവാൻ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഓ, എൻ്റെ മകൻ എൻ്റെ പാതയിലൂടെ വരുമോ? എൻ്റെ മകൻ, എൻ്റെ മകൾ ഹല്ലേലൂയ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുമോ എന്ന കർത്താവ് ഓരോ നിമിഷങ്ങളും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നാം ഓരോരുത്തരും ആ ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് ഹിതമുള്ള, കർത്താവിന് ഇഷ്ടം എന്താണെന്ന് ആരാഞ്ഞറിഞ്ഞ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ നാളുകളായി പ്രാർത്ഥിക്കുമ്പോൾ അനേക വിഷയങ്ങളുണ്ട് ദൈവമക്കളെ. നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കാം. ഈ ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് ഒരു ചെറിയ വൈറസ്, ഒരു ചെറിയ കൊറോണ വന്നില്ലേ? പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ഈ ലോകത്തെ ഒന്ന് പേടിപ്പിച്ചില്ലേ? ഈ ലോകത്തെ ഹല്ലേലൂയ വിറപ്പിച്ചില്ലേ? ലക്ഷോപലക്ഷം ജനങ്ങൾ മരണമടഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്നും അനേകായിരങ്ങൾ ഹോസ്പിറ്റലും മറ്റുമായി അഭയം പ്രാപിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, ഇന്നും അനേകർ അല്ലെങ്കിൽ ഐസൊലേഷൻ വാർഡിലും മറ്റുമായി കഴിയുന്നു. ഭവനത്തിൽ ക്വാറന്റൈനിലിരിക്കുന്നവർ, അങ്ങനെ പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അയ്യോ, എൻ്റെ റിസൾട്ട് എന്താകും? എനിക്ക് എന്താണ് വരാൻ പോകുന്നത്? എനിക്ക് എന്താണ് ഭവിക്കാൻ പോകുന്നത് എന്ന് ഓർക്കുന്ന, ചിന്തിക്കുന്ന, ഭാരപ്പെടുന്ന, വേദനയിലായിരിക്കുന്ന, നീറിപ്പുകയുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നാം ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ വിടുതലാണ്. ദേശത്ത് വലിയൊരു വിടുതലല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാഷ്ട്രങ്ങൾക്കായി, നമ്മുടെ ദേശത്തിനായി, നമ്മുടെ ദേശനിവാസികൾക്കായി, നമ്മുടെ അധികാരികൾക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി, നമ്മുടെ ബന്ധുമിത്രാദികൾക്കായി, നമ്മുടെ ചാർച്ചക്കാർക്കായി, നമ്മുടെ സ്നേഹിതർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളായി പ്രാർത്ഥനയിൽ നാം ശക്തിപ്പെടുമ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നെഹമ്യാവിന്റെ പ്രാർത്ഥന നാം കേട്ടിട്ടുണ്ട്. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, താൻ, അതായത് നെഹമ്യാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, താൻ സൂസൻ രാജധാനിയിലെ രാജസേവകനായി താൻ സേവനമനുഷ്ഠിച്ചു വന്നു. എന്നാൽ യെരുശലേമിന്റെ അവസ്ഥകളെ കുറിച്ച് തന്റെ സഹോദരന്മാർ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എന്താണ് പറഞ്ഞതെന്നറിയാമോ? യെരുശലേം പട്ടണം കഷ്ടത്തിലാണ്, യെരുശലേം പട്ടണം അപമാനിതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതിലുകൾ ഇടിച്ചിരിക്കുന്നു എന്ന ഹല്ലേലൂയ എന്നുള്ള വാർത്ത ഹല്ലേലൂയ നെഹമ്യാവ് അറിഞ്ഞപ്പോൾ താൻ പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു, താൻ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. ഓ, തന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇടിച്ചിരിക്കുന്നു എന്നുള്ള ആ വാർത്ത തന്നെ വളരെയേറെ ദുഃഖത്തിലാക്കിയെന്ന ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നാം ദൈവത്തെയും ദുഷിച്ച് പറയും, ദൈവജനത്തെയും ദുഷിച്ച് പറയും, ദൈവദാസന്മാരെയും പറയും, ദൈവദാസിമാരെയും പറയും. ഇതാ മനുഷ്യന്റെ സ്വഭാവം ഇന്നെങ്കിൽ അങ്ങനെ തന്നെയാ. എന്നാൽ ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ, കാത്തിരിക്കണം. കർത്താവിന്റെ വചനത്തിന് വേണ്ടി, കർത്താവിന്റെ വാർത്തകൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളതെന്നുള്ളത് ഈ നാളുകളായി ദൈവ പൈതലേ, കർത്താവിന്റെ സന്നിധിയിൽ നീ കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ അടുത്തു വരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേകരെ കുറിച്ച് എനിക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഹന്ന തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏർപ്പെട്ട വേദന തലമുറയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ അവൾ പിന്തിരിഞ്ഞു പോയില്ല. അവൾ വർഷം തോറും ശീലോവിലേക്ക് താൻ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുമായിരുന്നു. പ്രാർത്ഥനയുടെ വലിയൊരു മനസ്സിന്റെ ഉടമയായിരുന്നു ഹന്ന. ദൈവമക്കളെ, നമുക്ക്
നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള വരം വേണം. ഈ നാളുകളായി ദൈവത്തോട് നാം ചോദിക്കേണ്ടത്, ദൈവമേ പ്രാർത്ഥിക്കുവാനുള്ളൊരു വരം എനിക്ക് തരണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, താൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കരയുവാനുള്ളൊരു ഹൃദയം വേണമെന്ന് ഈ നാളുകളായി നാം ദൈവത്തോട് പറയണം. കർത്താവേ, കരയുവാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 126 5 വാക്യം വായിക്കുമ്പോൾ, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവമക്കളെ, ഹല്ലേലൂയ. പിന്നീട് നാം പിന്നെയും വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, താൻ ദുഃഖിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തോട് പ്രാർത്ഥിച്ചു എന്ന. ദാനിയേലിന്റെ ചരിത്രം നമുക്കറിയാം. ദാനിയേൽ വലിയൊരു പ്രാർത്ഥന വീരനായിരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം 3 വേള പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉള്ള ഒരു ഹൃദയം പ്രൈസ് ദി ലോർഡ് ദാനിയേലിനുണ്ടായിരുന്നു. താൻ യെരുശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് 3 നേരവും പ്രാർത്ഥിക്കുമായിരുന്നു മുടങ്ങാതെ. പ്രൈസ് ദി ലോർഡ്. തന്നെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞപ്പോഴും താൻ അധൈര്യപ്പെട്ടില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന സിംഹങ്ങളുടെ വായെ അടച്ചു കളയുവാനിടയായില്ലേ? ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിഷയത്തിൽ മറുപടിയില്ല എന്ന് നീ വ്യാകുലപ്പെടുന്നുവോ? പ്രൈസ് ദി ലോർഡ്. പല നാളുകളായി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ പല നാളുകളായി ദൈവത്തോട് യാചിക്കുന്നു. പല നാളുകളായി ഞാൻ വേദനപ്പെടുന്നു എന്ന് നീ വിചാരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും നിനക്ക് മറുപടിയുണ്ട് എന്നത് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നാളും കർത്താവ് നമ്മുടെ അല്ല. ആകയാൽ നാം ഈ നാളുകളായി പ്രാർത്ഥനയിൽ ശക്തിപ്പെടണമേ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഇവിടെ നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. നെഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടെ നെഹമ്യാവിനോട് സംസാരിച്ച വിഷയം എന്താണെന്നറിയാമോ? നിന്റെ പിതാക്കന്മാരുടെ കല്ലറകളൊക്കെ നീ അത് ശരിയാക്കി, നിനക്കവിടെ ചെയ്ത് തീർപ്പാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം നീ വന്നാൽ മതിയെന്ന രാജകൊട്ടാരത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജകൽപ്പന ഈ നെഹമ്യാവിനുണ്ടാകുന്നു. നോക്കണമേ ദൈവമക്കളെ, ദൈവം തൻ്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കുന്ന വിധം, ദൈവം തൻ്റെ ഭക്തന്മാരെ മാനിക്കുന്ന വിധം, ഒരിക്കലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത് മറുപടി ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ദൈവമക്കളെ. നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നാളുകളായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. റോസ് ഫാമിലി ഈ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു തരികയാണ്. അനേക വിഷയങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നവർ അനേക വേദനയിലും കണ്ണുനീരിലും ദുഃഖത്തിലുമാണ്. എന്നാൽ ദൈവമക്കളെ, നമുക്ക് ശക്തമായി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, നെഹമ്യാവിന്റെ കണ്ണുനീരെ കണ്ട് നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവം, നിശ്ചയമായും അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഈ FB പേജിലുള്ള എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് തരികയാണപ്പാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ. കണ്ണുനീര് കാണുമ്പോൾ മറികടക്കുന്ന ഒരു ദൈവമല്ലല്ലോ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിശ്ചയമായും അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കർത്താവേ, അനേകർ കർത്താവേ വചനം കേട്ട് സന്തോഷിപ്പന്നെ കൊണ്ട് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. സകലരെ കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് സമർപ്പിക്കട്ടെ. അങ്ങയുടെ വരവോളം ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. കർത്താവ് സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന് തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ FB പേജിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വിരമിക്കുന്നു. കർത്താവ് വരുവോളം നമുക്കെല്ലാവർക്കും വിശ്വസ്തരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.